ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സാന്റോസിന് വേണ്ടി സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അവസാനത്തെ 4 മത്സരങ്ങളിൽ നിന്ന് 6 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിരുന്നു. നെയ്മർ വളരെയധികം ആസ്വദിച്ചുകൊണ്ടാണ് കളിക്കുന്നത്. പക്ഷേ വരുന്ന സമ്മറിൽ നെയ്മറുടെ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. ഈ ഒരു കോൺട്രാക്റ്റ് പൂർത്തിയാക്കിക്കൊണ്ട് യൂറോപ്പിലേക്ക് മടങ്ങുക, ഏതെങ്കിലും പ്രധാനപ്പെട്ട യൂറോപ്യൻ ക്ലബിന് വേണ്ടി കളിക്കുക, എന്നിട്ട് ആ ഒരു വേൾഡ് കപ്പിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് നെയ്മറുടെ ലക്ഷ്യം. പക്ഷേ നെയ്മറുടെ ഈ ഒരു ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാവി പ്ലാനിൽ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ലുക്കാസ് ബറോസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതായത് സാന്റോസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകുന്ന ഒരു ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകനാണ് ലുക്കാസ് ബറോസ്. അദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നെയ്മർ ജൂനിയർ ഈ ഒരു പ്ലാനിൽ മാറ്റം വരുത്തിയേക്കും. അദ്ദേഹം സാന്റോസിൽ തന്നെ തുടരാനുള്ള സാധ്യത അവിടെയുണ്ട്. അതായത് വേൾഡ് കപ്പ് വരെയെങ്കിലും സാന്റോസിനകത്ത് തുടരുക എന്ന ഒരു മനസ്സിലേക്ക് ഇപ്പോൾ നെയ്മർ ജൂനിയർ, ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ നെയ്മർ ജൂനിയർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ലുക്കാസ് ബറോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടി അദ്ദേഹം സാന്റോസുമായി പ്രാരംഭഘട്ടത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ലുക്കാസ് ബറോസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ കൂടുതൽ വ്യക്തതകൾ ഇനിയും വരേണ്ടതുണ്ട്. നെയ്മർ ജൂനിയർ കോൺട്രാക്ട് പുതുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കോൺട്രാക്ട് പുതുക്കുകയാണെങ്കിൽ തീർച്ചയായും നെയ്മർ 2026 വേൾഡ് കപ്പ് വരെ ബ്രസീലിയൻ ലീഗിൽ തന്നെ തുടരാനാണ് സാധ്യത. അതല്ല എങ്കിൽ അദ്ദേഹം യൂറോപ്പിലേക്ക് മടങ്ങാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.